സിനിമ തുടങ്ങുന്നത് തെക്ക് കിഴക്ക് ഏഷ്യയിലെ ഏതോ ഒരു സ്ഥലം കാണിച്ചുകൊണ്ട് വന്നാണ്. അപ്പോൾ മറ്റായ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് അവരുടെ ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്തിരിക്കുകയാണ്. നവീൻ, ടൗണിലെ നൂഡിൽസ് കട ഓർമ്മയുണ്ടോ? നമ്മൾ വഴക്കിടുന്നത് കണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ നിനക്ക് പൂക്കൾ വിൽക്കാൻ നോക്കിയ തിരുവുപാലിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നവീൻ പറയും, ആ ഓർമ്മയുണ്ട്. അവനെ കഴിഞ്ഞ ആഴ്ച കാണാതായി. ഞാൻ ആ പരിസരത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവനെ കണ്ടുപിടിക്കണം നവീൻ എന്ന് പറയും. അപ്പോൾ നവീൻ പറയും, വേണ്ട, നീ ഒന്ന് വീട്ടിലേക്ക് പോകാൻ, ഞാൻ നിന്നെ കണ്ടിട്ട് കുറച്ച് നാളെന്ന് പറയും. അപ്പോൾ മറ്റായ കോള് കട്ട് ചെയ്തിട്ട് ആ കിഡ്നാപ്പ് ചെയ്ത ആ തെരുവ് ബാലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റായ നടക്കും. അപ്പോൾ മറ്റായ അവിടെ ചെല്ലുമ്പോൾ ഇവനെ കണ്ടുപിടിച്ച് ഇവനെ രക്ഷിക്കാൻ നോക്കുന്ന നേരത്ത് വില്ലന്മാരുടെ സംഘം വന്നിട്ട് ഇവളെ നല്ലപോലെ അടിക്കും. അപ്പോൾ മെയിൻ വില്ലൻ പറയും, ഇവളെ ഇവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയണം, ഇവളെ കൊണ്ട് പിടിച്ച് അകത്ത് പൂട്ടിയിടുന്ന് പറയും. സോ അങ്ങനെയാണ് നമ്മുടെ ദ ഫ്യൂരിയസ് എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത്. സോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നായകനായ വാൻവേയെ കാണിക്കുന്നത്. അപ്പോൾ ആള് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആളൊരു പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ രാവിലെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആള് ജോലിക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ മോൾ ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് മോള് നോക്കിയിട്ട് ആള് വാതിലടക്കാൻ തുടങ്ങുന്ന നേരത്ത് മോളെ എണീറ്റിട്ട് എങ്ങോട്ടേക്കാന്ന് ചോദിക്കും. അപ്പോൾ വാൻവേ പറയും, ഞാൻ ജോലിക്ക് പോവാണ്. ആളൊരു ഊമയാണ്. അപ്പോൾ ആൾക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല, കൈകൊണ്ടാണ് ആൾ ആംഗ്യം കാണിച്ച് ചെയ്യുന്നത്. അപ്പോൾ മോള് ചോദിക്കും, ഞാനും വന്നോട്ട് അച്ഛാൻ ചോദിക്കും. അപ്പോൾ ആളാ മോളുടെ അടുത്ത് വന്നിട്ട് വന്ന കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലിക്ക് പോകും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അപ്പോൾ ഈ കൊച്ചി ചൈനയിലാണ് പഠിക്കണം. വേനൽ അവധി ആയതുകൊണ്ട് അച്ഛൻ്റെ കൂടെ വന്ന് നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ കൂടെ ഇരുന്ന് വ്ളോഗ് എടുക്കണമായിരിക്കും. ഇത് എൻ്റെ ഡെയിലി വ്ളോഗാണ്. എൻ്റെ അച്ഛനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വർക്കുകളൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആളിങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അച്ഛനും മകളും തമ്മിലുള്ള ആ സംഭാഷണമൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറക്കാൻ നേരത്ത് കുറച്ച് ആൾക്കാർ കയറി വന്നിട്ട് ആ കടയിലുണ്ടായിരുന്ന സ്ത്രീയെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ ഈ കൊച്ചിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അച്ഛാ, അവർ സ്ത്രീയെ ഉപദ്രവിക്കുന്ന കണ്ടില്ലേ, നമ്മൾ ചോദിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ വൻവി പറയും, അത് കുഴപ്പമില്ല, നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് വൻവി തൻ്റെ മകളോട് പോകും. അപ്പോൾ ആ മകള് അച്ഛനോട് ചോദിക്കും, അച്ഛാ, ഞങ്ങളുടെ അച്ഛന് ചൈനയിലേക്ക് വന്നൂടെ, അല്ലെങ്കിൽ ഞാനും മുത്തശ്ശിയും ഇവിടെ നിന്നോട്ടെ, ഞങ്ങളിനി തിരിച്ചു പോകുന്നില്ല, എനിക്ക് ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടമെന്നൊക്കെ പറയും. അപ്പോൾ വൻവി ഒന്നും മിണ്ടാതെ മകളെയും കൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റായയുടെ ഭർത്താവായ നവീനെ കാണിക്കുന്നത്. അപ്പോൾ നവീൻ ഒരു ചൂണ്ട എറിയാൻ വേണ്ടി നടക്കുകയാണ്. കാരണം വില്ലന്മാരുടെ അടുത്താണ് ഇവൻ്റെ ഭാര്യ. അപ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടി ഇവൻ വില്ലന്മാരെ തന്നെ ഒരാളെ കണ്ടുപിടിച്ചിട്ട് അവനോട് എനിക്കൊരു 30 പെണ്ണുങ്ങളെ വേണം, അത് നീ ഒപ്പിച്ച് തരണം, നിന്റെ ബോസിനെ എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസ കൊടുക്കും. അപ്പോൾ അവൻ പറയും, ആ ശരി, സമ്മതിച്ചു, ഞാൻ കാണിച്ചു തരാം, ഞാൻ നിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഈ സമയത്തായിരുന്നു വാൻവേയുടെ വീട്ടിൽ വെച്ചിട്ട് അവർ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ മിസ്സാവുന്നതും ആളുകളെ പിടിക്കാൻ പറ്റാത്തതൊക്കെ വാർത്തയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം വാൻവേയും തൻ്റെ മകളും കൂടി നേരെ പോകുന്നത് മുടി വെട്ടാനാണ്. അപ്പോൾ അച്ഛനോട് പറയും, നിന്റെ മുടി ഷോർട്ടാക്കി വെട്ടിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നിനക്ക് കൊച്ചായിരുന്നപ്പോൾ നിനക്ക് അങ്ങനെ മുടി വെട്ടാനായിരുന്നു ഇഷ്ടം, ഇപ്പോഴും അങ്ങനെ മുടി വെട്ടിക്കഴിഞ്ഞാൽ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, അതുകൊണ്ട് നീ അങ്ങനെ മുടി വെട്ടാൻ പറയും. അപ്പോൾ മോള് പറയും, എനിക്ക് അങ്ങനെ വെട്ടുന്ന ഇഷ്ടമല്ല, എൻ്റെ ലോങ് ഹെയർ തന്നെയാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, കുങ്ഫു ഒക്കെ പഠിക്കണമെങ്കിൽ ഷോർട്ട് ഹെയർ ആണ് നല്ലത്, പറയല്ല, ഇയാൾ ഊമയാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അയാളുടെ മകൾ പറയും, എനിക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടം, എനിക്ക് ചൈനയിലേക്ക് പോകണ്ട, ഞാൻ ഇവിടെ ഇന്നോളാം എന്നൊക്കെ പറയുമ്പോൾ വാൻവേ ഒന്നും മിണ്ടില്ല. അപ്പോൾ ആ പെങ്കൊച്ച് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകും. അപ്പോൾ വാൻവേ അവളുടെ പുറകെ പോകാൻ നേരത്ത് ആ കടയിലെ ചേച്ചി പറയും, നീ പോകണ്ട, നീ ഇവിടെ ഇരിക്കുക, എനിക്ക് 3 പെൺമക്കളുള്ളതാണ്, ഇതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ആ കടയിലെ ഒരു പെൺകുട്ടിയെ അവൾ പുറകെ വിടും. അപ്പോൾ അങ്ങനെ പോകാൻ നേരത്ത് ഈ പെൺകൊച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാലം വയ്യാത്തൊരു പയ്യനോട് വരും. എന്നിട്ട് പറയും, എൻ്റെ ചേച്ചി വണ്ടി ആക്സിഡൻ്റ് ആയി, എന്നെ ഒന്ന് രക്ഷിക്കണം, ചേച്ചി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കും. അപ്പോൾ റൈനി എന്ന് പറയുന്ന പെൺകൊച്ചി നേരെ അവനോട് ചെല്ലും. അവനോട് ചെന്ന് അവൻ ചതിക്കണായിരിക്കും. അവൻ ഈ വില്ലന്മാരെ എടുത്തുകൊണ്ട് ഇവളെ കാണിച്ചു കൊടുത്തിട്ട് ഇവളാ ഒരു ഗാർബേജ് ബാഗിൽ മൂടി ഇവരൊരു വണ്ടിയിലേക്ക് എറിയും. അപ്പോൾ മറ്റേ ഇവളുടെ പുറകെ പോയ പെണ്ണ് കാണാതെ വന്നിട്ട് പറയുമ്പോൾ വാങ്വൈ നേരെ ഇറങ്ങി ഓടും. അല്ല, ഇവൾ കരയണ സൗണ്ട് ഇയാൾ കേൾക്കും. അപ്പോൾ നേരെ ഇയാൾ ഓടിച്ചെന്നിട്ട് അവന്മാരുടെ ഒരു ഫൈറ്റാണ്. പിന്നെ ഒരു ചറ അടി ആ വണ്ടിയൊക്കെ തല്ലിപ്പൊളിച്ച് നല്ല ഇടിയാണ്. ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് അവസാനം ആവുന്ന നേരത്ത് വാൻവെയിനെ അവന്മാരെ അടിച്ച് താഴെയിട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോകും. വണ്ടി എടുത്തിട്ട് പോകുന്ന നേരത്ത് വാൻവെയ് നേരെ അവന്മാരെ പുറകെ ഓടും. പക്ഷേ ഒരു പരിധി കഴിയാൻ നേരത്ത് നേരെ ചെല്ലുമ്പോൾ ഒരു വണ്ടി വന്നിടിച്ച് വാൻവേ താഴെ വീഴും, അവളുടെ മകളെ കാണാതാവും. അപ്പോൾ അങ്ങനെ ഊമയായ വാൻവേയുടെ മകളെ വില്ലന്മാർ തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഇയാൾ നേരെ ആ രീതിയിൽ തന്നെ ഓടി കാലൊക്കെ ചോര കൊണ്ട് പൊടിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഇയാൾ നേരെ ഓടി ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറും. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഇയാൾ എഴുതിയായിട്ട് അവരെ പരാതി കേൾപ്പിക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലേഡി ഈ പരാതി ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ അവിടുത്തെ മെയിനായിട്ടുള്ള ആൾ വന്നിട്ട് പറയും, ഇതൊന്നും എടുക്കണ്ട, ഇതൊന്നും അന്വേഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡാർക്കാക്കും. അപ്പോൾ വാൻവേക്ക് മനസ്സിലാകും പോലീസിനെ കൊണ്ടൊരു ഉപകാരമില്ലെന്ന്. അങ്ങനെ നേരെ വാൻവേ അവിടെ നിന്ന് ഇറങ്ങും. അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നിട്ട് കുറച്ച് ഐസ് വെള്ളമൊക്കെ എടുത്ത് തലയിലൊക്കെ വെച്ചിട്ട് ആള് ഡ്രസ്സ് മാറി നേരെ ഒരു പബ്ബിലേക്ക് പോകും. അപ്പോൾ ആ പബ്ബിൽ തന്നെയാണ് നമ്മുടെ മറ്റായുടെ ഭർത്താവായിരുന്ന നവീൻ പൈസ കൊടുത്ത് സെറ്റാക്കിയ ഒരുത്തൻ കൊണ്ടുവന്നിട്ട് നവീനെ അവിടെ കൊണ്ടാക്കും. അപ്പോൾ ഒരു മൊട്ടത്തലയാൻ വന്നിട്ട് ഇവനെ പരിശോധിക്കും, ഗണ്ണ് പോലെ ഉണ്ടോ നോക്കാൻ. അപ്പോൾ ഇവൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ക്യാമറ ആയിരിക്കും. അങ്ങനെ ഇവൻ സോങ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ വില്ലിൻ്റെ താഴെയുള്ള വില്ലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ സോങ്ങിൻ്റെ അടുത്ത് നിന്നിട്ട് ഇവൻ സംസാരിക്കാൻ തുടങ്ങും, എനിക്ക് 30 പെണ്ണുങ്ങളെ വേണം, എൻ്റെ ചെമ്മീൻ കെട്ടിലേക്കാണ്, എൻ്റെ ബിസിനസ് നല്ലപോലെ നടത്താൻ വേണ്ടിയാണ് സ്ത്രീകളെന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയും, ഓക്കെ, 30 സ്ത്രീകളെ തരാം. അപ്പോൾ ഇവൻ പറയും, 3x, അതായത് $US 3 ഇരട്ടി ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയും. അപ്പോൾ സോങ്ങിന് സന്തോഷം. അപ്പോൾ സോങ് പറയും, ശരി, ഞാൻ തന്നേക്കാന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ നവീൻ പറയും, എനിക്ക് അങ്ങനെയല്ല വേണ്ടത്, ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം, എനിക്ക് നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രം കാണിച്ചെന്ന് പറയും. അപ്പോൾ നവീൻ ആക്ച്വലി അവൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്
അപ്പോൾ ഈ സോങ് പറയും, നീ പോലീസുകാരനാണോ അതോ ചാനൽ റിപ്പോർട്ടറാണോ, ആരാണ് നീ? അപ്പോൾ നവീൻ പറഞ്ഞ് അത് സെറ്റാക്കും. അപ്പോഴേക്കും നമ്മുടെ വാൻവേ അവൻ്റെ മകളുടെ ഫോട്ടോ ആയിട്ട് ഈ പബ്ബിലേക്ക് കയറി വരും. അവിടെ ഒരു പ്രൈവറ്റ് പാർട്ടി നടക്കിയിരിക്കും. അവിടെ വന്നിട്ട് പിന്നെ വാൻവേയും അവിടുത്തെ ഗുണ്ടകളും തമ്മിലും ഇടിയോടിടി എന്ന് വെച്ചാൽ മുട്ടനിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് എല്ലാത്തിനും ഇടിച്ച് പൊട്ടിക്കുമ്പോൾ സോങ് തെറിയും. ആരും കയറി വന്നിട്ടുണ്ട്, തോക്കുമായിട്ടാണ് വന്നതെന്നൊക്കെ അറിയുമ്പോൾ സോങ് എടുത്ത് ഓടും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നവീൻ്റെ പ്ലാനെല്ലാം പാളും. നവീൻ കൊണ്ടുവന്ന ആളാണ് ഈ തോക്കം കൊണ്ടുവന്നതെന്ന് വിചാരിച്ച് സോങ് തൊഴി ഇറങ്ങി ഓടും. അപ്പോഴേക്കും നവീൻ അവിടുത്തെ ഗുണ്ടകൾ ഇടിക്കും. അങ്ങനെ ഇവന്മാർ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്ന് ഇടിയാവും. അവസാനമാകുമ്പോൾ എല്ലാത്തിനും ഇടിച്ചൊതുങ്ങി കഴിയുമ്പോൾ വാൻവേയും നവീനും മാത്രം ബാക്കിയാവും. അപ്പോൾ വാൻവേ നേരെ ചെന്നിട്ട് നവീൻ ഗുണ്ടാളുടെ ആളാന്ന് വിചാരിച്ച് അവനായിട്ട് ഇടിയുണ്ടാക്കും. അപ്പോൾ ആ ഇടിയുണ്ടാക്കണതിൻ്റെ ഇടയിൽ ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ്റെ മകളുടെ ഫോട്ടോ പോവും വാൻവേയുടെ. അപ്പോൾ ഫോട്ടോ എടുത്ത് നവീൻ നോക്കിയിട്ട് പറയും, ഞാൻ ഇവന്മാരുടെ ടീമല്ല, ഞാൻ എൻ്റെ ഭാര്യയെ തിരക്കി വന്നതാണ്. അങ്ങനെ ഇവന്മാർ തമ്മിൽ സെറ്റാവും. എന്നിട്ട് ഒരുമിച്ച് ഇവന്മാർ വില്ലന്മാരെ തപ്പി ഇറങ്ങും. അങ്ങനെ നമ്മുടെ വാൻവേയും നവീനും കൂടി നവീൻ്റെ വാനിലിരുന്നിട്ട് CCTV ഫുട്ടേജും ബാക്കിയുള്ള ഫോട്ടോസൊക്കെ നോക്കിയായിരിക്കും. ഐസ് കൊണ്ടുപോകുന്നൊരു വണ്ടി വാൻവേയുടെ കണ്ണിൽപ്പെടും. അപ്പോൾ വാൻവേ പറയും, ഈ വണ്ടി ഇവൻ പറയണല്ലേ, ഇവൻ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് എഴുതി കൊടുക്കും, നമുക്ക് സമയമില്ല, ഈ വാനിലുണ്ട്, ഈ വാനുള്ള ഫാക്ടറിയിലേക്ക് പോകാൻ പറയും. അങ്ങനെ ഐസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലേക്ക് ഇവന്മാർ പോകും. അവിടെ ചെന്നിട്ടാണെങ്കിൽ മുട്ടനിടി ഇടിയോടിടി എന്ന് വെച്ചാൽ ഇടിയോടിടി. അവിടെ നമ്മൾ നേരത്തെ കണ്ട മുട്ടയും സോങ്ങും ഉണ്ടാവും. സോങ് എന്ന് പറഞ്ഞാൽ മെയിൻ വില്ലൻ. അങ്ങനെ സോങ്ങിനെയും നമ്മുടെ മുട്ട തലേനെ പിടിച്ച് ഇവന്മാർ നല്ലപോലെ ഇടിക്കും. ഇടിയെന്ന് പറഞ്ഞാൽ മുഴുത്ത ഇടി. ആ മുട്ടയെന്ന് പറയുന്നത് അവൻ്റെ പ്രാന്താണ്. അവനെ എന്തോ മയക്കുമരുന്നൊക്കെ കുത്തി വെച്ചിട്ട് അവന് മെൻ്റലി പ്രശ്നമൊക്കെ ഉള്ളതാണ്. അവന് ഇവരൊരു അടിമേനെ പോലെ ജീവിക്കണത്. അങ്ങനെ നേരെ സോങ്ങിനെയും മുട്ടത്തലേനൊക്കെ പിടിച്ച് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇവന്മാരെ കൊച്ചിനെ തപ്പി നോക്കാൻ നേരത്തെ അവിടെ കാണാനുണ്ടാവില്ല. മുട്ട എടുത്തിട്ട് നമ്മുടെ വാൻവേനെ താഴത്തേക്ക് എറിയുമ്പോൾ അവൻ അടിയിൽ പോകുമ്പോൾ തൻ്റെ കൊച്ചിൻ്റെ ഒരു ഷർട്ട് അവിടെ കിടക്കണ്ടാവും, അതിൻ്റെ ചോര ഉണ്ടാവും. അപ്പോൾ വാൻവേ കരയും, തൻ്റെ മകളെയുമാർ കൊന്നെന്ന് വിചാരിച്ച്. അങ്ങനെ നേരെ വാൻവേ വന്നിട്ട് ആ മുട്ടനെ അടിച്ചടിച്ചടിച്ച് ചുറ്റിക്കെടുത്ത് തല അടിച്ച് പൊളിച്ച് അവനെ താഴെ ഇടും. എന്നിട്ട് സോങ്ങിനെ ഇവന്മാരൊരു കമ്പി വേലിയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കറണ്ട് അടിപ്പിക്കും. അയാൾ കറണ്ട് അടിച്ചിട്ട് ഒന്നും പറയൂല, പക്ഷേ ഇവന്മാർ നല്ലപോലെ കറണ്ട് അടിപ്പിക്കും. അപ്പോൾ ആ സമയത്ത് സോങ് പറയും, നീ ജേർണലിസ്റ്റ് ആണോ? ജേർണലിസ്റ്റ് പോലത്തെ ഒരുത്തിനെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് കിട്ടി, അവർക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ ചോദിക്കും. അപ്പോൾ നവീന് ദേഷ്യം വരും. നവീൻ അങ്ങോട്ട് കറണ്ട് ഓൺ ആക്കിയിട്ട് ഇവനെ നല്ലപോലെ കറണ്ട് അടിപ്പിക്കും. ഇവൻ്റെ പാൻറ്റിൻ്റെ ഒക്കെ മൂത്രമൊക്കെ അലിച്ചിറങ്ങും. അതിനുശേഷം ഇവൻ പറയും, സ്നേക്ക് പിറ്റ് എന്നൊരു സ്ഥലത്തേക്കാണ് പിള്ളേരെയും എല്ലാവരെയും മാറ്റുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയും. അങ്ങനെ സോങ്ങിനെ ഇവന്മാർ വെറുതെ വിടും. അങ്ങോട്ട് നേരെ ഇവന്മാർ സ്നേക്ക് പിറ്റ് എന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അവിടെ എത്താൻ നേരത്താണ് നമ്മുടെ വാൻവേയുടെ മകളെ അവിടെ പൂട്ടിയിട്ടേക്കുന്നത്. ആ കൊച്ചു മാത്രമല്ല, കുറേ പിള്ളേരെ ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ടേക്ക്. അപ്പോൾ ആ മുറിയിലേക്ക് എൻ്റെ ചേച്ചിക്ക് വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിക്കാമെന്ന് ചോദിച്ച പയ്യനെയും കൊണ്ടുവന്നു. അപ്പോൾ വാൻവേയുടെ മകള് റെയിനി കാണും. എന്നിട്ട് നീ വന്ന് ചോദിക്കും, നീ എന്തിനാ എന്നെ ചതിച്ചത്? ഒരു ചോക്ലേറ്റിന് വേണ്ടിയാണോ നീ എന്നെ ചതിച്ചത്? നിന്റെ ചേച്ചിയെ സഹായിക്കാനല്ല ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് ആ ചെക്കനോട് ചൂടാവും. അപ്പോൾ ആ ചെക്കൻ പറയും, നീ മണ്ടിയാണ്, നിനക്ക് ഇവിടെ നിന്ന് ഒരിക്കലും പുറത്ത് കിടക്കാൻ പറ്റില്ല, നീ മണ്ടി അല്ലായിരുന്നെങ്കിൽ എന്നെ സഹായിക്കില്ലായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ ആ വാൻവേയുടെ മകളും ആ ചെക്കനും കൂടി അവിടെ കിടന്ന് അടിയാവും. അപ്പോൾ പിള്ളേരൊക്കെ വന്ന് പിടിച്ചു മാറ്റും. എന്നിട്ട് വാൻവേയുടെ മകൾ ചോദിക്കും, നിനക്ക് ഇവിടുന്ന് പുറത്ത് പോകണ്ടേ, നിനക്ക് വീട്ടിൽ പോകണ്ടെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വീടില്ല, എനിക്ക് ആരുമില്ല, എൻ്റെ അച്ഛനും അമ്മേനൊക്കെ ഇവർ കൊന്നു കളഞ്ഞതാണ്, ഇവർ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഇവർ എന്നെയും കൊല്ലും, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ കൊച്ചി വാൻവേയുടെ മകളോട് പറയും. അത് കഴിയുമ്പോൾ അവിടെ നിന്ന് വില്ലന്മാർ വന്നിട്ട് ഇവന്മാർ തല്ലുകൂടണം കണ്ടിട്ട് ആ പെങ്കൊച്ചിനെ ചവിട്ടി താഴത്തേക്ക് ഇടും. അപ്പോൾ ആ സമയത്ത് ഇവന്മാർ വെറുതെ വിട്ട സോങ് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കപ്പൽ റെഡിയാക്കി നിർത്തും. ഞാനിപ്പോൾ വരാന്നൊക്കെ പറഞ്ഞ് ഒരാളെ ഫോൺ ചെയ്തിരിക്കുന്ന നേരത്ത് മെയിൻ വില്ലൻ, അതായത് നമ്മുടെ ഫസ്റ്റ് സീനിൽ മറ്റായനെ കൊന്നു കളയാൻ പറഞ്ഞ ആ വില്ലൻ വരും. ആ വില്ലനും അവൻ്റെ കൂടെ ഒരു അമ്പും വില്ലും വിടുന്ന ഒരുത്തിനുണ്ട്, ഒരു റെഡ് ഷർട്ട് ഇട്ട. ഇവന്മാർ രണ്ടുമാണ് മെയിൻ വില്ലന്മാർ. അപ്പോൾ അവന്മാർ വന്നിട്ട് അമ്പും വില്ലും വിട്ട് നമ്മുടെ സോങ്ങിനെ അവന്മാർ കൊല്ലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്നേക്ക് പിറ്റിൽ വാൻവേയുടെ മകള് ഒരു ചില്ലറ പൈസ കിട്ടും. അപ്പോൾ ആ ചില്ലറ പൈസ കൊണ്ട് ഒരു സ്ക്രൂ ഇളക്കിയിട്ട് അവിടെ നിന്ന് ഒരു സാധനം എടുത്തിട്ട് ആ ജനലിൽ മുറിക്കാൻ നോക്കും. അപ്പോഴേക്കും അങ്ങോട്ടൊരു വില്ലൻ കയറി വന്നിട്ട്, അപ്പോൾ വാ സുന്ദരി, നിന്നെയാണ് അവർ അന്വേഷിക്കുന്നത്, വാ, നിന്നെ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ആ വില്ലൻ അങ്ങോട്ടേക്ക് വരുന്ന നേരത്ത് ആ കൊച്ചിൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനം വെച്ചിട്ട് ആ കൊച്ചു അവൻ്റെ മുഖത്തും കഴുത്തിലൊക്കെ പോറും. അവൻ താഴെ വീഴാൻ നേരത്ത് ഇപ്പം കൊച്ചു പറയും, എല്ലാവരും രക്ഷപ്പെട് ഓടിക്കോ എന്ന് പറയും. അങ്ങനെ അവിടുത്തെ പിള്ളേരൊക്കെ പുറത്തിറക്കി ഇവന്മാർ ഓടാന സമയത്ത് വില്ലന്മാരെല്ലാം അത് കാണും. അങ്ങനെ നേരെ വില്ലന്മാരകത്തേക്ക് കയറി വരും. അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ വാൻവേയും നവീനും അവിടെ എത്തും. അപ്പോൾ പിള്ളേർ കരയണ കേട്ടിട്ട് ഇവന്മാർ രണ്ടും അങ്ങോട്ടും ഓടി വരും. അപ്പോൾ വാൻവേയുടെ മകളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ വില്ലന്മാരിങ്ങനെ പുറകെ വരും. അപ്പോൾ പിന്നെ ഓടാനൊന്നും സ്ഥലമില്ല. ഒരു റൂമിലെ അവൾ പെട്ടുപോയി. ആ സമയത്ത് ഒരു വില്ലൻ വന്നിട്ട് അവളെ ചവിട്ടി താഴത്തേക്ക് ഇടും. അപ്പോഴേക്കും നമ്മുടെ ആൾ വരും. നമ്മുടെ വാൻവേ പുറകെ വന്നിട്ട് അവന്മാരെല്ലാത്തിനും അടിച്ചിട്ട് മകളെയും കൊണ്ട് പോകാൻ തുടങ്ങും. അപ്പോൾ നവീൻ പറയും, നിൻ്റെ മകളെ കിട്ടിയില്ലേ, ഇനി നീ പൊക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ വാൻവേയുടെ മകൾ പറയും, വേണ്ട അച്ഛാ, ഇവിടെ ഞാൻ മാത്രമല്ല ഉള്ളത്, ഇവിടെ വേറെ കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാവരും നമുക്ക് രക്ഷിക്കണം, നമുക്ക് പോകണമെന്ന് പറയും. അപ്പോൾ നവീൻ പറയും, അത് കുഴപ്പമില്ല, ഞാൻ രക്ഷിച്ചോളാം, നിങ്ങൾ പൊക്കോ എന്ന് പറയും. അങ്ങനെ നമ്മുടെ വാൻവേയും മകളും കൂടി പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴേക്കും നമ്മുടെ നവീൻ ഒരു ഫോൺ എടുത്തിട്ട് ഇതൊക്കെ ലൈവ് പോയിട്ടുണ്ടാകും. അപ്പോൾ പോലീസുകാരൊക്കെ അറിഞ്ഞിട്ട് പോലീസുകാരും നാട്ടുകാരും ഒക്കെ സ്നേക്ക് പിറ്റിലേക്ക് എത്തും.
അങ്ങനെ സ്നേക്ക് ബിറ്റ് മുഴുവൻ ആളാവും. അങ്ങനെ ഇവൻ ലൈവിട്ട് കാരണം പോലീസുകാരൊക്കെ അവിടെ എത്തി. പോലീസുകാർ അവിടെ എത്തിയിട്ട് വാ നമുക്ക് അകത്തേക്ക് പോകാന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ അകത്തേക്ക് കിടക്കുന്ന നേരത്ത് ഇവരുടെ ക്യാപ്റ്റൻ വന്നിട്ട് പറയും അങ്ങോട്ടൊന്നും പോകണ്ട, ഇതൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഇതിന് അനുമതി തരില്ലെന്നൊക്കെ പറയും. അപ്പോൾ ഈ പോലീസുകാരൻ അവന്മാരുടെ ടീമായിരിക്കും ഇവന്മാരുടെ ക്യാപ്റ്റൻ. ആ കയ്യിൽ കത്തിയും കോടാലിയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വരും. അവന്മാരെ മുഴുവൻ അകത്തേക്ക് ഇട്ടിട്ട് പോലീസുകാരും നാട്ടുകാരൊക്കെ നോക്കൂത്തിയായിട്ട് നിൽക്കും. അപ്പോൾ അവരുടെ ക്യാപ്റ്റൻ പറയും നിങ്ങളൊന്നും ചെയ്യണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റൻ അവിടെ നിൽക്കും. അങ്ങനെ ആ ഗുണ്ടകൾ അകത്തേക്ക് പോകുന്നത് നമ്മുടെ വാൻവയും മകളും കൂടി കാണും. അപ്പോൾ ഇവന്മാർക്ക് മനസ്സിലാവും അവൻ നവീന് ഒറ്റക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ അവിടെ കിടന്നൊരു ബൈക്ക് എടുത്തിട്ട് വാൻവയും മകളും കൂടി അകത്തേക്ക് വണ്ടി ഓടിച്ച് പോകും. അപ്പോൾ നവീൻ അകത്തുള്ള പിള്ളേരെല്ലാവരും രക്ഷിച്ചിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇവന്മാർ കത്തിയും കോടാലിയൊക്കെ ആയിട്ട് വന്നത്. അങ്ങനെ നവീൻ അവരെ കൊണ്ട് ഓടി 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 റൂമിൽ കയറി വാതിലടച്ച് ക്ലോസ് ചെയ്യും. ആ വാതിലന്മാർ തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്തേക്ക് നമ്മുടെ വാൻവയും മകളും കൂടി ബൈക്കിൽ വന്നിട്ട് ആ കൊച്ചിൻ്റെ കയ്യിലൊരു കോടാലി ഉണ്ടാവും. അത് വെച്ച് സൈഡിലുള്ള എല്ലാത്തിനും അടിച്ചടിച്ചിട്ട് ഇങ്ങനെ ബൈക്ക് ഓടിച്ച് രണ്ട് സൈഡിലുള്ള എല്ലാത്തിനും അടിച്ച് താഴെ ഇട്ടിട്ട് വാൻവയും മകളും കൂടി ഇറങ്ങും. എന്നിട്ട് അവിടെ കിടന്ന് മുട്ടനിടിയായിരിക്കും. ഇവന്മാർ രണ്ടും കൂടി ഈ പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി കുറേ അങ്ങോട്ട് ട്രൈ ചെയ്യും. അങ്ങനെ നവീനും വാൻവയും കൂടി അവന്മാരെ ഇടിക്കാൻ നേരത്ത് പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി ആ പെങ്കൊച്ച് ഈ വാൻവയുടെ മകള് റെയ്ന ഈ പിള്ളേരെല്ലാവരും കൂട്ടി മേളിലേക്ക് പോകും. മേളിൽ ചെല്ലുമ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ വഴിയൊന്നുമില്ല. അപ്പോൾ ഇവരവിടെ കിടന്നൊരു പുതപ്പൊക്കെ എടുത്ത് കൂട്ടിക്കെട്ടി അതിങ്ങനെ ഒരു കയറാക്കിയിട്ടിട്ട് അതുവഴി താഴത്തേക്ക് ചാടി ഇറങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ കാല് വയ്യാത്ത ആദ്യം കാണിച്ച പയ്യൻ വന്നിട്ട് അവൻ കയറ് വലിച്ചു പിടിക്കും. ബാക്കി പിള്ളേരൊക്കെ താഴത്തേക്ക് ഇറക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സമയം നവീനും വാൻവയും കൂടി അവന്മാരെല്ലാത്തിനും ഇടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പിള്ളേർ കയറി തൂങ്ങി ഇറങ്ങുന്ന താഴേന്ന് പോലീസുകാരും നാട്ടുകാരൊക്കെ കാണും. പക്ഷേ ഈ ക്യാപ്റ്റൻ സമ്മതിക്കാത്തതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നാട്ടുകാർ ബഹളം വെക്കും. അത് നോക്ക് പിള്ളേർ ഇറങ്ങുന്ന കണ്ടില്ല, നിങ്ങൾക്ക് പോയി രക്ഷിച്ചുകൂടെ, പേടി തൂറന്മാരെ പോലീസല്ലേ നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരമില്ല, നിങ്ങൾ മാറിയൊക്കെ ഞങ്ങൾ പോകാമെന്നൊക്കെ നാട്ടുകാർ പറയും. പക്ഷേ ക്യാപ്റ്റൻ സമ്മതിക്കില്ല. അവസാനം ഒരു ലേഡി മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴി പോകും, ഞങ്ങൾ രണ്ടുപേരും ഈ വഴി പോകാമെന്ന് പറയും. അപ്പോൾ ക്യാപ്റ്റൻ പറയും നിങ്ങളുടെ ഓഫീസർ ഞാനാണ്, നിങ്ങളുടെ ക്യാപ്റ്റൻ ഞാനാണ്. അപ്പോൾ ക്യാപ്റ്റൻ മറ്റുള്ളവരോട് പറയും ഇവളെ അറസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അവിടെ നിന്ന് അവൻ ആ ലേഡീനെ സല്യൂട്ട് ചെയ്തിട്ട് മാഡം നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ രണ്ട് വഴിക്ക് പോകും. ക്യാപ്റ്റൻ നോക്കുകുത്തിയും. അങ്ങനെ നാട്ടുകാരൊക്കെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴേക്കും എല്ലാ പിള്ളേരൊക്കെ ഇറങ്ങി കഴിയും. അപ്പോൾ നമ്മുടെ കാല് വയ്യാത്ത പയ്യനോട് റെയിനെ വന്നിട്ട് പറയും നീ ഇറങ്ങിക്കോ, ഞാൻ ലാസ്റ്റ് ഇറങ്ങിക്കോളാം എന്ന് പറയും. അപ്പോൾ അവൻ പറയും എനിക്ക് നിന്നോട് കടപ്പാടുണ്ട്, നീ ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചു വന്നതല്ലേ, ആ കടപ്പാട് തീർക്കണമെങ്കിൽ നീ ആദ്യം ഇറങ്ങാൻ പറയും. അങ്ങനെ ആ പെങ്കൊച്ച് ഇറങ്ങാൻ നേരത്ത് അവൾ താഴത്തേക്ക് ഇറങ്ങാൻ നേരത്തെ പോലീസുകാരൊക്കെ അതിൻ്റെ താഴെ വരും. ആ സമയത്ത് ആ പുതപ്പ് കയറി ഇവിടെ താഴത്തേക്ക് പോകും. അപ്പോൾ പോലീസുകാർ ഒരു തുണി വലിച്ചു പിടിച്ചിട്ട് ഇവളെ രക്ഷിക്കും. അങ്ങനെ നമ്മുടെ അവസാനത്തെ പയ്യനെയും കൂടി ഇവർ രക്ഷിക്കും. അപ്പോഴേക്കും പോലീസുകാർ അകത്ത് കയറി ഇവന്മാരെപ്പോഴും ഒരു ചെറിയ പല കഷ്ണം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും വില്ലന്മാർ. അതിൻ്റെ അടിയിൽ നമ്മുടെ വാൻവയും നമ്മുടെ നവീനും ഉണ്ടാകും. അപ്പോൾ പോലീസുകാർ ഒന്ന് വെടിവെച്ച് എല്ലാത്തിനും ഓടിച്ച് അങ്ങനെ പിള്ളേരെയും രക്ഷിച്ച് എല്ലാവരെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകും. അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മെയിമിലാണ്. മെയിമിലിൻ്റെ അമ്മായപ്പൻ്റെ പരിപാടിയാണ് ഈ പിള്ളേരെ കടത്തലും കള്ളക്കടത്തും എല്ലാം. അപ്പോൾ അങ്ങനെ ഇവന്മാർ മീറ്റിംഗ് കൂടിയൊക്കെ. അപ്പോൾ അവിടേക്കിൻ്റെ ഒരു പുള്ളി ഒരു നിൻ്റെ മരുമകൻ കാരണം നമുക്ക് നാണക്കേടായി, ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ തല ഊരും, അവനെന്തായാലും പോലീസുകാർക്ക് നമ്മൾ വിട്ടുകൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഈ മരുമകനായ മെയിൻ വില്ലൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയുള്ള ഒരുത്തൻ ഇവൻ്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഇവൻ വാ തുറന്നിട്ട് ആ വിരൽ കടിച്ചെടുത്തിട്ട് അവിടെ ഇരുന്ന ഒരു കുപ്പി എടുത്ത് പൊട്ടിച്ചിട്ട് അവിടെയുള്ള എല്ലാത്തിനും കുത്തിക്കൊല്ലും. ആ ക്യാപ്റ്റൻ പോലീസുകാരനെ ഉൾപ്പെടെ എല്ലാത്തിനും കുത്തിക്കൊന്നു കളയും. അതേസമയം ഇവൻ്റെ അമ്മായപ്പനെ ഇവൻ വാളൂരി അയാളെ കൊന്നു കളയും. അങ്ങനെ ഇവനെ എല്ലാവരും വരുന്നവരെല്ലാവരും കുത്തിക്കൊണ്ടിരിക്കാൻ നിർത്തി ഇവൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ അവളുടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. ആ സമയത്ത് ഇവൻ്റെ ഭാര്യ പുറകെ വരുമ്പോൾ ഇവനറിയാതെ അവളുടെ വയറ്റിലേക്കും കുത്തും. അങ്ങനെ അവൾ മരിച്ചു പോകും. അപ്പോൾ ഇവന് മുഴുത്ത ദേഷ്യവും. അപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ള നവീനും വാൻവയിനും കൊല്ലണമെന്ന് ഇവൻ തീരുമാനിക്കും. കാരണം ഇവൻ സ്വന്തം ഭാര്യ ഇവൻ അറിയാണ്ട് കൊന്നു കളഞ്ഞു. അവളായിരുന്നു ഇവൻ്റെ എല്ലാം. അപ്പോൾ ആ സമയത്ത് വാൻവയും നമ്മുടെ നവീന സ്റ്റേഷനിലാണ്. അപ്പോൾ നിങ്ങളെ നാളെ വിടാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ജാമ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ അറിയാതെ ചെയ്താണെന്ന് എനിക്കറിയാം, പക്ഷേ നമുക്ക് നിങ്ങൾ നാളെ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ജയിലിൽ പൂട്ടിയിട്ടൊക്കെ ഇരിക്കും. ആ സമയത്താണ് നമ്മുടെ മെയിൻ വില്ലന്മാരെ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരുന്നത്. അതായത് അമ്പംവില്ലുള്ളവനും മറ്റവനും. ഈ അമ്പംവില്ലുള്ളവന് പറയും ബോസ് ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവൻ അമ്പംവില്ലായിട്ട് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാവരും അമ്പംവില്ല് വിട്ട് കൊല്ലും. അങ്ങനെ നമ്മുടെ ലേഡീൻ്റെയൊക്കെ നെഞ്ചത്തേക്ക് ഇവൻ അമ്പംവില്ല് വിടും. ആ സമയത്ത് ഈ ബോസും വന്നിട്ട് അകത്ത് കയറിയിട്ട് അപ്പോഴേക്കും വാൻവയും നമ്മുടെ നവീനും കൂടി ആ 2 പിള്ളേർ അവിടെ ഉണ്ടാവും. അതായത് നമ്മുടെ കാലുവയ്യാത്ത പയ്യനും നമ്മുടെ വാൻവയുടെ മകളും, ഇവർ രണ്ടുപേരും അങ്ങനെ 4 പേര്. ഈ പുറത്തുനിന്ന് ഇവന്മാർ രണ്ടും കൂടി വന്നിട്ട് അവന്മാരെ നല്ലപോലെ അടിക്കും. അടിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നൊരു അടി, കിൻഡിലടി. പിന്നെ അങ്ങോട്ട് ഓടി നടന്നും ചാടി നടന്ന് ഇടി ഓടിയിട്ടാണ് ഒരു 10-20 മിനിറ്റ്. പിന്നെ മുട്ടനിടിയാണ്. അതിൻ്റെ അകത്ത് കിടന്ന് ഇടിച്ചിടിച്ചിടിച്ച് ആ സമയത്ത് നമ്മുടെ സോങ്ങിനെ കൊന്നു കണ്ടിട്ട് നമ്മുടെ മെയിൻ മൊട്ട അങ്ങോട്ടേക്ക് വരും. മൊട്ട വിചാരിക്കണം സോങ് അവൻ്റെ അച്ഛനാണെന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, മൊട്ട അച്ഛനെ കൊന്നെന്ന് പറഞ്ഞ് ഇവന്മാർ നേരെ വരും. അപ്പോൾ ഇവന്മാർ 5 കൂടി തമ്മിലുള്ള മുട്ടൻ ഫൈറ്റാണ്. പിന്നെ അങ്ങോട്ട് മൊട്ടക്ക് ടീമൊന്നുമില്ല. മൊട്ട വില്ലന്മാർ 2 പേരെ ഇടിക്കും, നമ്മുടെ വാൻവയിനെയും നവീനെ ഇടിക്കും. അങ്ങനെ ഇവന്മാർ തമ്മിൽ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് നല്ല ഇടി. അവിടെയുള്ള എല്ലാത്തിനെയും കൊന്നു തള്ളി വില്ലന്മാർ. ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് കുറേ നേരത്തെ ഇടി കഴിയാൻ നേരത്ത് നമ്മുടെ നവീന് മനസ്സിലാവും നവീൻ്റെ ഭാര്യയുടെ മോതിരം നമ്മുടെ അമ്പം വില്യം വിടുന്ന മെയിൻ വില്ലൻ റെഡ് ഷർട്ടിൻ്റെ കയ്യിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. ആ ചരടിൻ്റെ അകത്തുണ്ടാവും.
അപ്പോൾ അവൻ പറയും നിൻ്റെ ഭാര്യയാണല്ലോ ഇത്, അവളെ ഞാൻ കൊന്നു കളഞ്ഞു, അവളുടെ കണ്ണ് നല്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയും. അപ്പം നവീന് ദേഷ്യം വരും. അപ്പം നവീൻ അയാൾ കത്തി കൊണ്ടെടുത്ത് കുത്തും. കുത്തി 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 നവീൻ ചാവാറാവും. അപ്പോഴേക്കും നവീൻ അവൻ്റെ ദേഹത്തേക്ക് കിടന്നിട്ട് കഴുത്തി കടിച്ച് പറിച്ചിട്ട് അവനെയും കൊല്ലും. അങ്ങനെ അവന്മാർ രണ്ടുപേരും മരിക്കും. ആ മൊട്ടേന നമ്മുടെ മെയിൻ വില്ലൻ കൊല്ലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാൻവയും നമ്മുടെ മെയിൻ വില്ലൻ കിടന്ന് നല്ല ഇടിയായിരിക്കും. ആ ഇടി കഴിയാൻ നേരത്ത് വാൻവൈ ഇവനെ തീർത്തിട്ട് പിള്ളേരെ കൊണ്ടുപോകും. അങ്ങനെ എല്ലാം അവസാനിച്ച് എല്ലാം കഴിഞ്ഞു. അപ്പോൾ പോലീസ് സ്റ്റേഷനുണ്ടായ ലേഡി മാത്രം ആ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ അവരെല്ലാവരും കൂടി നവീൻ്റെ ചിതാഭസ്മം ഇങ്ങനെ കടലിലൊഴുക്കാൻ വേണ്ടി പോയിരിക്കും. അപ്പോൾ അതിനുശേഷം ആ മോള് വാൻവയുടെ മകള് അച്ഛനോട് ചോദിക്കും ശരിക്കും അച്ഛൻ ആരാണ്, അച്ഛൻ്റെ കഥ എന്താണ്. അപ്പോൾ വാൻവൈ പതിയെ അവൻ്റെ കഥ പറഞ്ഞ് തുടങ്ങുന്നിടത്ത് ഈ സിനിമ അവസാനിക്കും. സോ ആക്ഷൻ ത്രില്ലേഴ്സ് അല്ലെങ്കിൽ നല്ല കട്ട ഇടി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് കണ്ടോ. കിടിലം പട്ടം, ഇടിയോടിടി. നമുക്ക് ആദ്യം തന്നെ അച്ഛൻ മകൾ ബോണ്ട് വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഇടിയോടിടി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമായിട്ട് ഡയലോഗ് ഉള്ളത് കുറച്ച് നേരം മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ അങ്ങോട്ട് മുഴുവൻ നടക്കുന്നത് ഇടി ഇടി ഇടി. നല്ല കിൻഡൽ ഇടി കാണാൻ താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാം. സോ അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റു വീഡിയോ മറ്റൊരു ദിവസം വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ പൾപ്പിഷനിസ്റ്റ്. ഓക്കെ ബൈ.